Hi guys, welcome back to my channel. I know ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞത് വേഗം തന്നെ പാർട്ട് 2 ആയിട്ട് വരാമെന്ന്, but it's been so long. I'm so sorry. വലിയിൽ പറഞ്ഞു തരാം എന്താ സംഭവമെന്ന്. So back to Scotland. So ഇത് വന്ന് കാലണ്ടർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് there's a waterfall. So ഞങ്ങൾ ആ സീനറി കാണാൻ വന്നതാണ്. It was so beautiful, so calm, and ഇത് വന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു ബൈക്ക് ട്രെയിൽ ആൻഡ് എ വാക്കിംഗ് ട്രെയിൽ ആയിരുന്നു. പക്ഷേ ഒബ്വിയസ്ലി ഞങ്ങളത് ചെയ്തില്ല. We just came and we were just walking around this waterfall and this bridge. It was absolutely stunning. DJ, we miss you. Alla DJ alla UK for explore. But with DJ we miss you. This video കാണണമെങ്കിൽ you will understand that we missed you at this moment. You know for what, right? എങ്ങനെ പോവാ വണ്ടിയില ഇതില് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, ഡോണ്ട് ബി ഫൂൾഡ്. ഞങ്ങളൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ എത്തിയതാണ്. മൈ ഗോഡ്, ഈ വ്യൂ സോ ബ്യൂട്ടിഫുൾ. ഹായ് അമ്മ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ അമ്മ? Yes, very beautiful place. I love it. Me too, Amma, I love it. ഇവിടെ തന്നെ നിൽക്കാൻ നമുക്ക് അങ്ങനില്ല യു കെക്ക്. നല്ല തണുപ്പുണ്ട് വെള്ളത്തിൽ. ഐലൻഡ്സിൽ എത്തിയ പിന്നെ എവറി 5 minutes or 10 minutes ഓഫ് ഡ്രൈവ് ഞങ്ങൾ എന്തെങ്കിലും ഒരു വ്യൂ പോയിന്റ് കണ്ട് നിർത്തേണ്ടി വരും, ബിക്കോസ് അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ ഓൺ ദ വേ ഞങ്ങൾക്ക് അയച്ച വാട്ടർഫോളിൽ നിന്ന് ഓൺ ദ വേ പോയി. കുറച്ച് ഒരു 5-10 minutes ഡ്രൈവ് ചെയ്തപ്പോൾ തന്നെ we saw this ഈ ബ്യൂട്ടിഫുൾ സീനറി. അത് ഞങ്ങൾ ഇവിടെ നിർത്തി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ആൻഡ് അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. നമുക്കിവിടെ നിന്ന് എനിക്ക് സ്പെഷ്യലി ഇവിടെ നിന്ന് പോവേ വേണ്ടായിരുന്നു. ഐ ജസ്റ്റ് കെപ്റ്റ് ലുക്കിംഗ് ആൻഡ് ടേക്കിംഗ് വീഡിയോസ് ആൻഡ് ലൈക്ക് പെർഫെക്റ്റ് വെതർ ആയിരുന്നു. നൈസ്, സണ്ണി, സോ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നൗ എനിക്കിപ്പോൾ അത് ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ ഇറ്റ്സ് ബ്രെത്ത്ടേക്കിംഗ്. ടേക്ക് മീ ദേർ നൗ പ്ലീസ്. ഈ വെതറും മിസ് ചെയ്യുന്നുണ്ട്, ഈ വെതറും മിസ് ചെയ്യുന്നുണ്ട്, സീനറി മിസ് ചെയ്യുന്നുണ്ട്. I miss Scotland. I don't want to come back. We are back on the road. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ പോയിക്കൊണ്ടിരിക്കാം. സോ ഞാൻ ഇതുവരെ ഞങ്ങൾ എവിടെ പോകണമെന്ന് ഡിസ്ക്ലോസ് ചെയ്തില്ല അല്ലേ. സോ നമ്മുടെ പ്ലാന് അന്ന് കണ്ട പോലെ ഫസ്റ്റ് ഡേ ഞങ്ങൾ എഡിൻബറയിൽ നിന്നിട്ട് പിന്നെ ഉള്ള 2 days 2 nights ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് ഗ്ലെൻകോയിലായിരുന്നു. ആൾക്കാർ അവിടെ മുകളിൽ സൈക്ലിംഗ് ചെയ്ത് ഭയങ്കര ഡിഫിക്കൽട്ട് ട്രെയിൽ ആയിരിക്കില്ലേ അല്ലേ? ആൾക്കാർ നടക്കുന്നുണ്ട് അവിടെ. എന്റെ മുകളിലുണ്ട് ആ ബ്രിഡ്ജ് ഉണ്ട് അവിടെ. ഓ അതാണ് ട്രെയിൻ പോണ ബ്രിഡ്ജ് ആയിരിക്കും. Editing this video after 3 months, I can only smile. Like I can't stop smiling. Like our trip ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ definitely one of the best trips in my life. And I mean it was all so perfect. Weather was perfect, the place was perfect, people were perfect. It was, I don't know, no words. Actually I think we went in October to Scotland. ഈ കളേഴ്സ് വരുന്നേ ഇല്ല. What I meant was ഞാൻ കണ്ണിൽ കാണുന്ന കളേഴ്സ് എൻ്റെ ഫോണിൽ ക്യാപ്ചർ ചെയ്തില്ല. അതിൽ കാണുന്നതല്ല what I'm seeing in real. ഒരു സൺലൈറ്റ് വന്നാൽ ചിലപ്പോൾ കാണാതിരിക്കും. ഞാൻ എന്താ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്.
ഇപ്പം കാണുന്നുണ്ടാവുന്നു. ഇപ്പം സണ്ണ് വന്നു തിരിച്ച്. Autumn. I think Scotland വരാൻ autumn is the best time. And Acha and Amma were here till December, early December വരെ അവരിവിടെ ഉണ്ടായി. So busy with them, taking them around. പിന്നെ ഡിസംബർ packed with work, and then December end holiday സമയം നമ്മൾ നാട്ടിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടായി. സോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് busy with something is happening, something special is going to happen soon, so busy with that. So അതാണ് delay in the videos guys. But yes, എനിക്ക് കുറേ ബാക്ക്ലോഗ് ഉണ്ട്. ഞാൻ എല്ലാം എഡിറ്റ് ചെയ്ത് വേഗം അപ്ലോഡ് ചെയ്യാം. Do not give up on my channel guys. Let's see what's in there. Let's see. Can I take a picture of you? അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് ബെൻ ലൂയി റെസ്റ്റോറൻറ്റ്. അച്ഛാ എന്തോ ചെയ്തു. അമ്മ ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റോ, പക്ഷേ ഇത് വന്ന് മേ ബി ഫിഷ് മോൾ ഓർഡർ ചെയ്തു. ഗ്രിൽ സാൽമൺ അച്ഛൻ്റെ ഫുഡ് വന്നിട്ടില്ല. അച്ഛൻ്റെ ഫുഡ് വന്നു. Acha, how's the food? Acha, how's the food? Okay. അങ്ങനെ അച്ഛൻ്റെ പോളിസി അച്ഛൻ മിണ്ടാണ്ട് ഭക്ഷണം കഴിക്കാൻ നന്നായിട്ടുണ്ട്. കുറ്റം പറഞ്ഞാൽ ശരി, മോശം. മിണ്ടാണ്ട് കഴിച്ചാൽ നല്ല ഫുഡ്. സോ ഈ റെസ്റ്റോറൻറ്റ് സ്പെഷ്യാലിറ്റി എന്താണ്? ഇറ്റ്സ് ഡൺ ബൈ മലയാളീസ്. ഞങ്ങൾ ഇന്ത്യൻ ഫുഡ് അന്വേഷിച്ചോ ഒന്നുമല്ല. വി ജസ്റ്റ് വാസ് സെർച്ചിങ് ഫോർ എ റെസ്റ്റോറൻറ്റ് ടു ഈറ്റ്. ഇത് കുറച്ച് റേറ്റിംഗ് ഉള്ള റെസ്റ്റോറൻ്റായിട്ട് കണ്ടു. അപ്പോൾ ഞങ്ങൾ വന്നതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇത് ഇറ്റ്സ് റൺ ബൈ മലയാളീസ്. സോ അതായി ഫിഷ് മോളിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നൈസ് ഫുഡ്. പക്ഷേ we enjoyed the food, but it just took a bit long. Ben Louis is the name of the restaurant. It's a nice restaurant. If anyone's coming to Highlands, Midland, എന്തായാലും ട്രൈ ചെയ്യണം. ഓക്കെ, ഇൻ്റർവ്യൂ എൻ്റെ പിന്നിലോട്ട് പറയുന്നത് കാരണം എനിക്ക് ഞാൻ വിചാരിച്ചോണ്ടിരുന്ന കുറേ കൊല്ലങ്ങളായിട്ട് that I'm a beach lover എന്ന്. Like maybe because ഞാൻ born and brought up in Sri Lanka, കാരണം mostly Sri Lanka has beautiful beaches. They're beautiful beaches, and നമ്മുടെ holidays would always be a beach resort. But I really thought that that's what I like, beaches. പക്ഷേ ഈ trip really changed my perspective, because every minute I was like awe-dropped. Like എനിക്കിത് കണ്ട്, what do I say, orgasm from just looking at these mountains. I could describe it like that. I was going crazy, just pure crazy looking at them. And even now എനിക്ക് ഇപ്പോൾ തന്നെ ഇത് നോക്കുമ്പോൾ I'm just having goosebumps. Like so beautiful guys. Like I don't know, I really wish I lived in like an highland. Like honestly, it's amazing, so beautiful, no words. Idu look, oh my god,
This is called Three Sisters. ഈ mountains ആണ് Three Sisters എന്ന് പറയാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സ്ഥലം. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും മഴ തുടങ്ങിയായിരുന്നു. ഒരു സ്മോൾ ഡ്രിസ്ലി തുടങ്ങിയായിരുന്നു. But nothing could stop us. Like, look at that. Like, no chance. Like, miss ചെയ്ത് പോകാൻ പറ്റും. And thank God ഞങ്ങൾ മിസ് ചെയ്തില്ല. ബിക്കോസ് ഞങ്ങൾ വേറൊരു ഓപ്ഷൻ ഉണ്ടായി തിരിച്ച് വരുമ്പോൾ മേ ബി ഞങ്ങൾ വരാമെന്നൊക്കെ. പക്ഷേ വെദർ ഗോട്ട് റിയലി ബാഡ് ദ ഫോളോയിങ് ഫ്യൂ ഡേയ്സ്. എനിക്ക് വീഡിയോ എടുത്ത് മതിയാവണില്ല, ഇത്രയും ബ്യൂട്ടിഫുൾ. അപ്പോൾ നന്നായി വി സ്റ്റോപ്പ് ദാറ്റ് ഡേ ആൻഡ് വി എൻജോയ്ഡ് ദാറ്റ് വ്യൂ. കുറേ ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് നമ്മൾ എടുത്തു. ഞാൻ കുറച്ച് ആഡ് ചെയ്യാം. We stayed in a beautiful hotel. ഞാനത് പിന്നെ വീഡിയോസിൽ എടുത്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ കാണിക്കാം. ഞങ്ങൾ അന്ന് വന്ന് ചെക്ക് ഇൻ ചെയ്ത് ഞാനും രാജീവും we thought we'll have a drink. So Achan and Amma was resting in their rooms. I mean, long drive ella, so they wanted to rest a bit and they said they'll meet us for dinner. So ആ സമയത്ത് ഞാനും രാജീവ് ഒരു ചെറിയ പബ് ഉണ്ടായി ആ റെസ്റ്റോറൻറ്റിൽ തന്നെ. So we were just seated in the pub. So this was at dinner time. അപ്പോൾ ഞാനും രാജീവും almost good tips ആയിരുന്നു. അപ്പോൾ we didn't drink, but Amma and Acha were having a glass of wine. And the hotel was quite packed ആയിരുന്നു. If I remember right, Amma and I ordered grilled chicken, Acha had sea bass, this uncle had a prawns dish, and Rajiv had fish and chips. It was good food. Hi Rajiv, did you enjoy your food? You did? Best fish and chips. Amma had a strike. Amma, did you enjoy your food? Yes. Yes. വെറുതെ ചുമ്മാ പറയാണ്. Acha, did you enjoy your food today? Okay. I think it's a very characteristic hotel. I can see a lot of. It's a different hotel. I don't think I have ever stayed in a hotel like this. It's either modern or ultra cost-saving hotels. So this is a different mode. It's like a heritage preserved hotel, right, Rajiv? Rajiv, nothing to say. Chilling after dinner. Just waiting for the food to digest. I think people here sleep early, so everyone's asleep. So how do you like my video? Beautiful Scotland. So I'm gonna maybe in a while. Not sure what we do. Maybe we are going to sleep in a while. In a bit. Did you all hear the sound of the wind? Oh my god, ഭയങ്കര കാറ്റായിരുന്നു. ലൈക്ക് എനിക്കറിയില്ല വെദർ 360 മാറിയിട്ടുണ്ടെന്ന് പറയാം കമ്പയർ ടു ദ പ്രീവിയസ് ഡേ. അപ്പോൾ ഞങ്ങൾ ഇത് ജസ്റ്റ് ഇഫ് യു സീ അതാണ് നമ്മുടെ ഹോട്ടൽ. ദാറ്റ് ഹോട്ടൽ സോ ബ്യൂട്ടിഫുൾ അല്ലേ? ഇപ്പോൾ കാണുമ്പോൾ ലൈക്ക് ഓ വാവ്, ഇതിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇറ്റ് വാസ് എ വെരി ഹെറിറ്റേജ് ഓൾഡ് ഹോട്ടൽ ബട്ട് വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു. സോ രാജീവ് എവിടെയോ വായിച്ചു എന്ന് പറഞ്ഞു. ഹായ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന്
ഭയങ്കര കാണിച്ചില്ലേ കാലത്ത് സീൻസൊക്കെ കണ്ടില്ലേ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ നമ്മുടെ ഹോട്ടലിലിരുന്ന് നടക്കാൻ ഈ ബ്രിഡ്ജ്, ഒരു ഹോട്ടലിൽ നിന്ന് കാണാൻ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നടക്കാൻ വന്നത്. ഭയങ്കര കിട്ടില്ല. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളൂ, the weather is so bad. എന്തോ വെതർ അലേർട്ടൊക്കെ വന്നിട്ടുണ്ട്, ആംബർ അലേർട്ട്, വിൻഡ് അലേർട്ട്. സോ ഭയങ്കര കാറ്റ്, കുറച്ച് മഴ. ആൻഡ് ഐ ആം നോട്ട് ഡ്രസ്ഡ് ഫോർ ദ വെതർ. തൊപ്പിയും ഇല്ല, ഒന്നുമില്ല. നടക്കാന്ന് വിചാരിച്ചു, പനിയൊന്നും വരില്ല എന്ന് ഹോപ്പ് ചെയ്യാം. അങ്ങോട്ട് മൗണ്ടൻ കാണിച്ചു തരാം. ഇപ്പൊ ബ്രിഡ്ജ് ഒന്നും കാണുന്നില്ല. We walked a lot. ഞാൻ തിരിച്ചു പോകുമ്പോ ബ്രിഡ്ജ് കാണിച്ചു. According to Raji's research, ഈ പെട്രോൾ സർവീസ് സ്റ്റേഷൻ അടുത്തൊരു കാഫേ ഉണ്ട്. ആ കാഫേയിൽ നിന്ന് നല്ല വ്യൂസ് ഉണ്ട്. അപ്പം അത് കാണാനാണ് വന്നത്. So you would have walked, how long did you walk, Raji? 25 minutes നടന്നു ഞങ്ങളിപ്പോൾ ഈ കാഫേയിൽ എത്താൻ. നോക്കാത്ത എന്താ വ്യൂ. ഇതാണ് ഞങ്ങൾ വന്ന വ്യൂ. മേ ബി നൈസ് വ്യൂ ആയിരുന്നു തന്നെ ഇഫ് ഈ മഴ ഇല്ലെങ്കിൽ. ഇതൊന്നും കാണുന്നില്ല ശരിക്കും. I could see so many mountains there. Oh, ഇതല്ലേ? This is our hotel. Oh God, കാണണ്ട. That's our hotel. ഞങ്ങളപ്പോൾ അത്രയും നടന്നു ഇവിടെ എത്തി. ഹായ് രാജീവ്, എന്താ വായിക്കുന്നേ? ഏത്? പക്ഷെ വലിയ പറയല്ല, പറയാം. റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ സിനിമാറ്റിക് മോഡിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്നും കേൾക്കുന്നില്ല. സോ ഞാൻ ആ റിക്കോർഡ് ചെയ്യാൻ ഞങ്ങൾ അവിടേക്ക് ആ വ്യൂ പോയിന്റ് നടക്കാൻ പോകുമ്പോൾ there was a huge water കെട്ടി നിന്നുണ്ടായിരുന്നു. So the vehicle obviously drove fast. എൻ്റെ മേല് ഫുൾ വാട്ടർ ആയിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഒരു വിവേട്ട സോളറ്റ് വ്യൂ പോയിന്റ്. അതിനടുത്ത് ഒരു റെസ്റ്റോറൻറ്റും ഒന്നും ഉണ്ടായില്ല. I don't know what Raji went, ഒന്നും ഉണ്ടായില്ല. പക്ഷേ ദ വ്യൂ വുഡ് ഹാവ് ബീൻ നൈസ്. ഞാൻ പറഞ്ഞ പോലെ ഈ ക്ലൗഡ്സ് ഒക്കെ മൂവ് ആയിട്ടില്ലെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ നൈസ്. ഫുള്ളി ക്ലൗഡി ആയിരുന്നു, അപ്പോൾ നമുക്കൊന്നും ശരിക്കും കാണാൻ പറ്റിയില്ല. പക്ഷെ ആ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് തന്നെ, പെട്രോൾ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ there was a small the shops, convenience stores. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം മേടിച്ചു for £3. ഒരു ഗ്ലാസ് ചൂടുവെള്ളം മേടിച്ചു. പിന്നെ ഞങ്ങൾ പതുക്കെ അത് കുടിച്ച് we were just walking back because ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വന്നത്. so we were so full, ഒന്നും മേടിക്കാൻ വയറുണ്ടായില്ല. ആൻഡ് ദ വ്യൂസ്, ഐ മീൻ ഇപ്പം മൗണ്ടൻസ് ഒക്കെ
ക്ലൗഡ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആയി. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ തിരിച്ച് നടക്കുമ്പോൾ. So yes, welcome to Glencoe, guys. The most beautiful walk in my life. I think this is really beautiful. Enjoying it. Glad we did this walk. My lips. നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യ്. Doesn't it look like some, I don't know, photoshopped picture or something? Is this even real? ഇപ്പം എനിക്ക് കാണുമ്പോൾ തോന്നുന്നു was this even real? Look at that. അടിപൊളി സ്ഥലം guys. Glencoe has my heart. I loved Glencoe. It was very beautiful. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ബ്രിഡ്ജ്. സോ വി വാക്ക് ടുവേർഡ്സ് ദിസ് ബ്രിഡ്ജ്. അപ്പോൾ പോകുമ്പോൾ ഭയങ്കര കാറ്റായിരുന്നു. സോ ഞങ്ങൾക്ക് നിന്ന് ഒരു ഫോട്ടോ കൂടി എടുക്കാൻ പറ്റിയില്ല. അപ്പം തിരിച്ച് നടക്കുമ്പോൾ ഐ ജസ്റ്റ് ടുക്സ് ദീസ്. എനിക്ക് അവിടെ ആ വീട് കിട്ടിയാൽ മതിയായിരുന്നു. അവിടെ മീൻ സെറ്റ് ഫോർ ലൈഫ്. ഓഫ് കോഴ്സ് നമ്മുടെ വക ഫോട്ടോഷൂട്ട് ഉണ്ടായി. ഒബിയസ്ലി എല്ലാവരും. In the middle of the road, I got my life. ഡ്രസ് ചെയ്തു. ഇപ്പം പുറത്തിറങ്ങാൻ എവിടെയെങ്കിലും പുറത്ത് പോയി നോക്കാം. വോക്കിൽ നിന്ന് വന്ന് കുളിച്ച് റെഡിയായി. കണ്ണില് മേക്കപ്പ് പോരാ. പക്ഷെ എനിക്ക് മഴ കാരണം മേക്കപ്പ് ഇടാൻ പേടിയാണ്. ഇൻ കേസ് മഴയെന്നാണ് ഞാൻ ഫുള്ള് ബ്ലാക്ക് ആയിട്ട് വരണ്ടാകും. See you in a bit. ഞാൻ ക്വിക്കായിട്ട് ഹോട്ടലിനെ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ, ബാലാശ്വേഷ് ഹോട്ടൽ. ഐ തിങ്ക് ഇറ്റ്സ് എൻ ഓൾഡ് ഹോട്ടൽ. പക്ഷെ ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ് അവർ ഇപ്പോഴും കുറേ ക്യാരക്ടേഴ്സ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ആൻറ്റീക്ക് പക്ഷെ വെരി ക്ലാസി ഹോട്ടൽ. fireplace here. It's the bar. Then rooms, I'll show you the rooms later. Hello. Ready for the next trip? Acha, ready? Ready for the trip? ഇല്ല വെള്ളം ഇപ്പൊ വറ്റി ഇപ്പൊ വത്തിയാ കാലത്ത് നല്ല വെള്ളുണ്ട്
We are ready to go. See you all in a bit. മാപ്പിൽ ഒരു വ്യൂ പോയിന്റ് ആയിട്ട് കാണിച്ചതായിരുന്നു. സോ വി ജസ്റ്റ് ഡ്രോവ് there. Obviously എല്ലാം ബ്യൂട്ടിഫുൾ അല്ലേ. സോ it was also very beautiful. There was a river or a lake in between. ആ ചെറിയ ചെറിയ വാട്ടർ കണ്ടിട്ടുണ്ട്. Those are all waterfalls from the mountains. എന്ത് ബ്യൂട്ടിഫുൾ ആണ് അല്ലേ. ആൻഡ് പീപ്പിൾ ഇവിടെ കുറേ പീപ്പിൾ ഇവിടെ ക്യാമ്പിങ് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങൾ കൂടുതൽ അവരെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ വേഗം ഞങ്ങൾ ബെൻ നെവിസിക്ക് പോകുന്ന റൂട്ടായിരുന്നു. Look at this waterfall. Look at pure white water gushing from these mountains. I don't know, it's all nature's, God's creation, beautiful creations of God. And I like, if you think about it. Just think about it. ഈ വീട്ടിൽ ഇരിക്കാൻ കിട്ടിയ എങ്ങനെ ഉണ്ടാവുന്നത്. Like background fully mountains and just ആ വീട് മാത്രം. Like ഇങ്ങനത്തെ വീട് ഭയങ്കര പിക്ചർസ്ക്യൂ ആണ്. കുറേ പേര് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനൊക്കെ പോകും. പക്ഷെ ജസ്റ്റ് ഇമാജിൻ ലിവിങ് ഇൻ ദാറ്റ് ഹൗസ്. വേറെ ലെവലായിരിക്കും. സോ യെസ്, ഞങ്ങൾ ബെൻലൂയിക്കാണ് പോയത്. വി വാണ്ടഡ് ടു ഡു ദ ചെയർ ലിഫ്റ്റ്. പക്ഷേ അത് ക്ലോസ്ഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ വിൻഡ് അലേർട്ട് ഉണ്ടായിരുന്നു. സോ ദേ ഹാഡ് ഷട്ട് ദാറ്റ് ഡൗൺ. പിന്നെ ഞങ്ങൾ വേറെ ഒരു ഫേമസ് സ്ഥലത്തിൽ പോവായിരുന്നു. ഈ ജെയിംസ് ബോണ്ട് മൂവി കുറേ ഷൂട്ട് ചെയ്ത സ്ഥലം. ബട്ട് അവിടെ പോയിട്ട് പുറത്ത് ഇറങ്ങാൻ പറ്റുന്നുണ്ടായില്ല. അത്രയും കാറ്റായിരുന്നു. ലൈക്ക് ഞങ്ങൾ പുറത്തിറങ്ങിയാൽ ഞങ്ങളെ കൊണ്ടുപോകും ഇൻസൈഡ് ദ റിവർ. അങ്ങനെ ആയിരുന്നു കാറ്റ്. ഇറ്റ് വാസ് സോ ബാഡ്. അപ്പം ഞങ്ങൾ അവിടെ ഒന്നും എടുത്തില്ല. പിന്നെ വന്നു ജസ്റ്റ് ഇല്ലെങ്കിൽ Day 4 in Edinburgh. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. Our room is in second floor. Sound കേൾക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ്. There's bread. Mushrooms. So this is a specialty of Scotland. Haggis and black pudding. Bacon sausages. We checked out of the hotel. Breakfast കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അന്ന് വൈകുന്നേരം ഫ്രം എഡിൻബറ ഫ്ലൈറ്റ് ആയിരുന്നു. So it was a sad bye to Glencoe. Bye bye. Bye bye to the hotel. This was the back door of the hotel. Car park. enter ചെയ്യണമെങ്കിൽ ഇതായിരുന്നു entrance. On the way തിരിച്ച് just one പോയിന്റിൽ ഞങ്ങൾ നിർത്തിയായിരുന്നു, വ്യൂ പോയിന്റിൽ. പക്ഷേ ഐ മീൻ വെദർ ഇസ് ബാഡ് ഗൈസ്. അപ്പോൾ ഒന്നും തിരിച്ച് വരുമ്പോൾ ഒന്നും അങ്ങനെ വലുതായിട്ട് കാണുന്നുണ്ടായില്ല. നിങ്ങൾ ഓൾറെഡി അത്രയും ബ്യൂട്ടി കണ്ട കാരണം ദിസ് വാസ് ഇൻ എ വാവ് ഫാക്ടർ ഫോർ us. ഇറ്റ് വാസ് നൈസ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിർത്തി. പിന്നെ we stopped at the Highland Cruise again and we fed the Highland Cruise again. പിന്നെ എഡിൻബറ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ലഞ്ച് കഴിച്ചു. In the city center we had lunch, but I didn't take videos of those. And then ഞങ്ങൾ ഫ്ലൈറ്റ് കയറി തിരിച്ച് വന്നു. So yeah, that's about it. So sorry guys, sorry for making you wait for so long, or at least you all didn't wait, but sorry to myself for not doing this for myself. But I really enjoyed it in this video, and I mean it took me back to Glencoe and the memories. Yeah, missing Acha and Amma so much at home. Ipo bhayangara lonely and Acha and Amma illande. But there are more exciting videos coming and more exciting news to share.
സോ അതൊക്കെ പഴയ വരായിരിക്കും. സോ stay tuned guys. So I'm gonna end this video with our Highland Coo, the cutie. And the cute are Highland Coos. Me and Rajiv have been obsessed with Highland Coos ever since we went to Scotland. So see you all again in another video. So till then, bye, take care, love you, stay safe.